ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ChatGPT നമുക്ക് എങ്ങനെ ഡോക്ടറായിട്ട് യൂസ് ചെയ്യാമെന്നാണ്. അപ്പം നമുക്കറിയാം ChatGPT പോലുള്ള ടൂളുകൾ വളരെ ഫെമിലിയറായി തുടങ്ങി. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിന് ഡെയിലി യൂസ് ചെയ്ത് തുടങ്ങിയില്ലേ. അപ്പം പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ വളരെ കൂടുതലാണ്. ഞാനും ഒരു ടെക്നോളജി പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളും യൂസ് ചെയ്യൽ കുറച്ച് കൂടുതലാണ്. അപ്പം സാധാരണ നമ്മളിപ്പം നോർമൽ കേസിൽ ഒരു പനി വന്നു, നമ്മൾ സാധാരണ ഡോക്ടറിൻ്റെ അടുത്ത് പോകും. ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ 1-2 ദിവസം നോക്കും, കുറവില്ലെങ്കിൽ നേരെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഇഞ്ചക്ഷന് അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് മേടിക്കും. ഇങ്ങനെയാണ് നോർമലി എൻ്റെ പനി വന്ന് പോകാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു, ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നില്ല. പകരം ChatGPT ചോദിച്ചു നോക്കാം, എൻ്റെ സിംറ്റംസ് ഒക്കെ പറഞ്ഞിട്ട് എങ്ങനെ എനിക്കിത് റിക്കവർ ആകാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. ഞാൻ ഒരിക്കലും ഇത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്കിത് താല്പര്യമായതുകൊണ്ടും ഞാനിത് ഡെയിലി റുട്ടീനിന് എൻ്റെ ബിസിനസ് പർപ്പസിനൊക്കെ ഞാൻ ChatGPT യൂസ് ചെയ്യുന്നതുകൊണ്ടുമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കാം. പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്തു. അപ്പം ഇപ്പം നമുക്ക് ടെമ്പറേച്ചർ നോക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഞാനത് മേടിച്ച് വെക്കാത്തതുകൊണ്ട് എനിക്കൊരു പ്രോപ്പർ ടെമ്പറേച്ചർ ChatGPT പറയാൻ പറ്റാതായി. അപ്പം ഞാൻ എൻ്റെ സിംറ്റംസ് ആണ് അതിന് പകരമായിട്ട് ChatGPT പറഞ്ഞത്. ഞാൻ ഒരു കമാൻഡ് കൊടുത്തതന്നെ, ആക്ട് ആസ് എ ഡോക്ടർ ഹൂ എക്സ്പേർട്ട് ഇൻ ഫീവർ എന്ന് പറഞ്ഞൊരിത് കൊടുത്തിട്ട് എൻ്റെ സിംറ്റംസ് ഇന്നതൊക്കെയാണ്. റണ്ണി നോസാണ്, ജലദോഷം, പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഹെഡിൽ ഇങ്ങനെ ഒരു ചൂട് ഇത്ര പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, പിന്നെ ത്രോട്ട് പെയിന് ലൈറ്റായിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സിംറ്റംസ് ഞാനതിന് കൊടുത്തു. അപ്പം അത് എനിക്ക് കുറച്ച് സജഷൻസ് തന്നു. കാരണം അതായത് 650 mg പാരാസെറ്റമോൾ കഴിക്കുക, സിട്രസിൻ നമ്മുടെ രാത്രിയിൽ മാത്രം സിട്രസും കഴിക്കുക, വാട്ടർ കുടിക്കുക. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും അത് സജസ്റ്റ് ചെയ്ത് വാം വാട്ടർ റെഗുലർ ഇൻ്റർവെൽസിൽ കുടിക്കുക. പിന്നെ ബ്രീത്തിങ് റെഡിയാകാൻ വേണ്ടിയിട്ട് ആവി പിടിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് എന്നെ ത്രൂ ഔട്ട് സജസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്ക് ഹെഡ് ഏക്ക് വരുമ്പോൾ ഞാൻ ChatGPT പറയും, എനിക്ക് ഇതേപോലെ ഹെഡ് ഏക്ക് വന്നിട്ടുണ്ട്, ചെറിയൊരു ഹെഡ് ഏക്ക് വന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്തു, ChatGPT എന്നെ ഭയങ്കര ഡിപ്ലോമാറ്റിക്കായിട്ട് തന്നെ ChatGPT പറയും, ഇതൊന്നും അത്ര സീരിയസ് ആയിട്ടുള്ള ഇതല്ല. അപ്പം ഞാൻ ചോദിക്കും, ഡോക്ടറെ കാണിക്കണോ? കാരണം നമുക്ക് ടെൻഷനാണല്ലോ, നമുക്ക് കുറച്ചൊന്ന് ഫീവർ കൂടുമ്പോൾ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകും. അപ്പോൾ ChatGPT പറഞ്ഞു, ഇതൊക്കെ നോർമലാണ്, ഇത് വൈറൽ ഫീവറാണ്, വൈറൽ ഫീവറിൻ്റെ ലക്ഷണങ്ങളാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് സാഹചര്യത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫീവർ വന്നതെന്ന് ഞാൻ ChatGPT പറഞ്ഞു. ഞാൻ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്തു, വണ്ടിയിൽ കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് 1-2 മഴ കൊണ്ടു. അതൊക്കെ ആണ് അതും ഈ കൂടെ എൻ്റെ സിംറ്റംസിൻ്റെ ഒപ്പം ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ ChatGPT പറഞ്ഞു, ഇത് തന്നെയാണ് കാരണം, പിന്നെ പെട്ടെന്നൊരു ഫീവർ വരെ അതുകൂടാതെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ടാവും. അത് കാരണമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫീവർ വന്നത്. പേടിക്കാനൊന്നുമില്ല, ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക, റെസ്റ്റ് എടുക്കുക. Day 1 എന്തൊക്കെ ചെയ്യണം എന്നുള്ള ChatGPT എന്നോട് പറഞ്ഞു. Day 2 എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. Day 3 അപ്പം ഓരോ ദിവസവും എനിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻസും ഞാൻ ChatGPT അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അതിൻ്റെ തിരിച്ച് ChatGPT റിപ്ലൈ തരും. അതുകൂടാതെ ഇന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ചർച്ചിൽ പോയി കുർബാനയിൽ പങ്കെടുത്തു. അപ്പം ChatGPT പറഞ്ഞു, ഇങ്ങനെ ഇന്ന് എനിക്ക് ഒന്നുകൂടെ ടയർഡ്നെസ് കൂടുതൽ. അപ്പോൾ ChatGPT ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ പള്ളിയിൽ പോയിരുന്നു. അപ്പം പറഞ്ഞു, നോർമൽ ഇതിലേക്കാട്ടും സ്ട്രെയിൻ കൂടുതൽ ചെയ്തു ഫീവറായപ്പം. അപ്പോൾ അതിനുള്ള ഒരു കാരണം കൊണ്ടാണ് എനിക്ക് ഹെഡ് ഏക്കും കൂടുതലായിട്ട് വരുന്നതും കൂടുതൽ ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ പുഷ് ചെയ്തു, എനർജി ലോ ആയ സമയത്ത് മോർണിംഗിൽ തന്നെ നമ്മൾ കൂടുതൽ പുഷ് ചെയ്തുകൊണ്ടാണ്
ഇങ്ങനെ പെട്ടെന്നൊരു ചെറിയ കൂടുതൽ വേരിയേഷൻസ് വരാൻ കാരണം. അങ്ങനെ ഓരോന്നും ഞാൻ ChatGPT-നെ അപ്ഡേറ്റ് ചെയ്ത് അതിനുള്ള റിസൾട്ട് അപ്പോൾ ഇപ്പോൾ എന്നോട് സജസ്റ്റ് ചെയ്തു ഒരു 48 hours ഉള്ളിൽ എല്ലാം അസുഖങ്ങൾ പോവും. വൈറൽ ഇൻഫെക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറയുന്നതിൻ്റെ സിംറ്റംസാണ്, ഇടയ്ക്ക് മാത്രമേ റണ്ണി നോസുള്ളൂ. അപ്പം അതിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങി. പിന്നെ ഹെഡ് ഏക്ക്. പിന്നെ എന്നോട് ചോദിച്ചു ഇപ്പം ഫോർഹെഡിൽ ചൂട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഇല്ല. അപ്പോൾ അതൊക്കെ നല്ല സൈനാണെന്ന് പറഞ്ഞിങ്ങനെ ChatGPT ഓരോ കാര്യങ്ങളും ആ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ത്രൂ ഔട്ട് എൻ്റെ ഫീവറിലുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് എനിക്ക് ഇത് ത്രൂ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനത് ഫോളോ ചെയ്തു, എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് എനിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നാളെ ChatGPT-യുടെ ഇത് പ്രകാരം നാളെ ആകുമ്പോഴത്തേക്കും എൻ്റെ വൈറൽ ഇൻഫെക്ഷൻ കുറയുമെന്നാണ്. അത് കഴിഞ്ഞിട്ട് നോസിന് ഇറിറ്റേഷൻസൊക്കെ ഒരു 1-2 ദിവസത്തേക്ക് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഫീവർ തുടങ്ങി ഇപ്പം മുതൽ അത് പ്രകാരമുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ChatGPT-നെ ഒരു ഡോക്ടറായിട്ട് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ കമാൻഡ്സ് ആക്ട് ആസ് എ ഡോക്ടർ ഹൂ എക്സ്പെർട്ട് ഇൻ ഫീവർ എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ സിംറ്റംസ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫീവറിൻ്റെ ടെമ്പറേച്ചർ അറിയണം, ഒന്നുകൂടെ ബെറ്ററാണ്, ആ ടെമ്പറേച്ചറും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെഡിസിൻ കഴിക്കണം, സിട്രസിൻ വൈകുന്നേരമേ കഴിക്കാവുള്ളൂ എന്ന് കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് കുളിക്കണം, ഭയങ്കര ഫീൽ. അപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കാതെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ നമുക്കറിയുന്ന കാര്യങ്ങളാണേ പോലും നമുക്ക് ഇതിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാൽ പോലും എനിക്കൊന്നുകൂടെ പിന്നെ നമ്മൾ ഫീവറുള്ള സമയത്ത് നമുക്ക് കൂടുതൽ എനർജി ഭയങ്കര ലോ ആയിരിക്കും, നമ്മൾ ഇമോഷണലി ഭയങ്കര വീക്കാകാനുള്ള ചാൻസ് കൂടുതൽ. അതൊക്കെ നമ്മൾ ChatGPT-നോട് പറയുമ്പോൾ അപ്പം ChatGPT അതിനുള്ളൊരു മറുപടിയും തരും. ഓക്കെ, നമ്മുടെ ഈ വൈറൽ ഫീവർ കാരണം നമ്മുടെ എനർജി ഭയങ്കര ലോ ആണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പം ആദ്യം റെസ്റ്റ് എടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് എടുക്കുക, റിക്കവർ ചെയ്തിട്ട് നമുക്ക് അതിനുള്ള ആക്ഷൻ പ്ലാൻ. ഞാൻ എൻ്റെ പനി സമയത്ത് ഞാൻ എൻ്റെ ബിസിനസ്സിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അപ്പോൾ ChatGPT എന്നെ മോട്ടിവേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ ഭയങ്കര റെസ്പോൺസിബിളാന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഡിപ്ലോമാറ്റിക് ആണ് ഭയങ്കര ChatGPT, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പം നമുക്കൊരു മനുഷ്യരോട് സംസാരിക്കുന്ന പോലെ ഒരു ഫീലിൽ ChatGPT നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് ഒരു അസുഖം വരുമ്പോൾ ChatGPT-നോട് ഇന്നതാണെന്നൊന്നും പറയണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് പെട്ടെന്നൊരു പെയിൻ അനുഭവപ്പെട്ട ഡയറക്റ്റ്ലി നമ്മൾ ഡോക്ടറെ കാണുക, മെഡിസിൻ മേടിക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാനൊരിക്കലും ഇതേപോലെ ഫോളോ ചെയ്യാൻ പറയില്ല, അത് നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഫീവർ പോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഹെഡ് ഏക്ക് വന്നു, അങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾക്ക് നമുക്ക് ChatGPT-നെ ആശ്രയിക്കാം. അതേപോലുള്ള ക്ലൗഡ് അങ്ങനത്തെ ഒരുപാട് ഇന്ന് ChatGPT പോലുള്ള ടൂളുകൾ അവൈലബിൾ ആണ്, നമ്മൾക്ക് അതിനെ ആശ്രയിക്കാം. ടെക്നോളജിയിലെ നമുക്ക് നല്ല രീതിയിൽ എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന അത്ര രീതിയിൽ അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പം AI കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം കാലത്തിനനുസരിച്ച് നമ്മളും മാറണം, എന്നാലേ നമുക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ.